ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമരപന്തലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വലിയൊരു പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും തലമുണ്ടനം ചെയ്യുന്നു. സർക്കാർ ഇപ്പോഴും ഒരു സമവായ നീക്കത്തിന് പോലും തയ്യാറാകുന്നില്ല. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇത്തരത്തിൽ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തുന്നു. എന്താണ്? വളരെ വൈകാരികമായ ഒരു തലത്തിലേക്ക് ഈ സമരം മാറിയിരിക്കുകയാണ്. കാരണം ഒരു സ്ത്രീ അവരുടെ ഏറ്റവും വിലപ്പെട്ടതായി കണക്കാക്കുന്ന അവരുടെ തലമുണ്ടനം ചെയ്ത് മുടി മുറിച്ച് പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദയനീയമായ ഒരു സ്ഥിതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ ഇതൊരു ധീരമായ സമരമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറക്കാൻ ഇനിയും കഴിയുന്നില്ല. അദ്ദേഹത്തിന് മനസാക്ഷി ഉണ്ടെങ്കിൽ നമ്മളെ കേരളത്തെക്കുറിച്ച് പുറം ലോകത്തിനൊരു കാഴ്ചപ്പാടില്ലേ, അത് സത്യത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ഇപ്പോൾ കേരളം. ഈ ഒരു പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കുക എന്ന് പറഞ്ഞാൽ 50 ദിവസമായിട്ടും തീർച്ചയായിട്ടും ഈ ഒരു ധീരമായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സമരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ബിജെപി എന്തെങ്കിലും പ്രക്ഷോഭ പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ? ഇതിൽ നേരത്തെ തന്നെ ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് വളരെ വ്യക്തമായിട്ടും ഞങ്ങൾ ആദ്യ ദിവസം മുതൽ ഈ സമരത്തെ സഹായിക്കുന്നുണ്ട്. അതിന് പിന്തുണയുണ്ട്. സർക്കാർ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിൽ ഇവരുടെ ഓണററിയം വർദ്ധിപ്പിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അവരിതുവരെ ആ കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല. ഇപ്പോൾ ഈ സർക്കാർ നടത്തുന്ന ദൂർത്തുണ്ടല്ലോ കേരളത്തിൽ, ആ ദൂർത്തിൻ്റെ ചെലവഴിക്കുന്ന പണം മന്ത്രിമാരും അവരുടെ ഹെലികോപ്റ്റർ വാടകയും പേഴ്സണൽ സ്റ്റാഫിനുള്ള ചെലവും PSC മെമ്പർമാരുടെ ഓണററിയം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പണം ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ ആശമാർക്ക് അവർ പറഞ്ഞ 21,000 രൂപ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അത് വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്കാണ് അവർ പോകുന്നത്. ഇവർക്ക് 2 മാസമായിട്ട് ഇപ്പോൾ ശമ്പളമില്ല. ഇത് നോക്കൂ, നമ്മുടെ നാട്ടിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് സമരം ചെയ്തതിൻ്റെ പേരിൽ ഈ സർക്കാർ 2 മാസമായിട്ട് അവരുടെ ശമ്പളം നിഷേധിച്ചിരിക്കുക. അവർക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലാതായിരിക്കുകയാണ്. അപ്പോൾ അവർ വളരെ അധികം കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞങ്ങൾ സമരപ്പന്തലിൽ വന്ന പോലെയല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു മാനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ധീരമായിട്ടുള്ള ഒരു സമരമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം മനസാക്ഷിയുള്ളവർ ആർക്കും ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് മാത്രം, ഒരു മനസാക്ഷിയില്ലാത്ത മുഖ്യമന്ത്രി, ഇത്രയും കഠിനഹൃദയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. മാത്രമല്ല ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു വനിതയാണ്, വളരെ വലിയൊരു ഫെമിനിസ്റ്റായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. അവർ ഈ കാര്യത്തിൽ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുട്ടാപ്പോക്ക് ന്യായമാണ് ഈ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വേദനാജനകമാണ്. ആശമാരോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ്. ലക്ഷ്മി, ഇപ്പോൾ BJP മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. BJPയുടെ പിന്തുണ എല്ലാ കാലത്തും ഈ സമരക്കാരോടുകൂടിയുണ്ട്, ആശാപ്രവർത്തകരോടൊപ്പമുണ്ട്. സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള സമവായ നീക്കങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. മുഖ്യമന്ത്രി ഇടപെടുന്നില്ല. ഇത്രയധികം ദൂർത്ത് പല രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ശരി, ആശമാരുടെ സമരപ്പന്തലിൽ നിന്നാണ് ഹാൻസ് ജോൺ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്മജ, ബീന എന്നീ ആശാപ്രവർത്തകർ തല മുണ്ടനം ചെയ്തുകൊണ്ട് തന്നെ ശക്തമായ സമരമാർഗത്തിലേക്ക് കടന്നത് നമ്മൾ കണ്ടു. അത്യന്തം വൈകാരികമായ പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായത്. തങ്ങളുടെ ജീവൻ വെടിയുന്നതിന് തുല്യമായാണ് ഈ മുടി മുറിച്ച് നീക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ. ഏതായാലും 3 മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ കണ്ണു തുറക്കണം, മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും കണ്ണു തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത്യന്തം വൈകാരികമായ സമരമുറയിലേക്ക് ആശമാർ നീങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.